1989 ജനുവരി 21 കേരളത്തിലെ മലയാള പത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് വന്ന സമസ്തയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വീക്ഷണം സംബന്ധിച്ചുള്ള ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവരുടെ ഒരു പ്രസ്താവനയുടെ സംക്ഷിപ്ത രൂപം ഞാനിവിടെ വായിക്കാം. 89 ജനുവരി 21 പത്രങ്ങളിലാണ് ആ വാർത്ത വന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം അംഗീകരിക്കുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന് മുസ്ലിം പണ്ഡിത ലോകം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സുന്നികൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം സ്വീകരിക്കാം, എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതിൽ നിന്ന് ഒഴിവാണ്. ഒരു മതസംഘടനയുടെ ആളുകളെ മതവിരുദ്ധ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നോ പ്രവർത്തിക്കരുതെന്നോ സമസ്ത ആഹ്വാനം ചെയ്തിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കാനേ സമസ്തയ്ക്ക് കഴിയൂ. മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവാൻ പാടില്ല, ഷംസുൽ ഉലമ വ്യക്തമാക്കി. ഇതിൻ്റെ പത്രത്തിൻ്റെ കട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ എൻ്റെ കാറിലുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ അത് നേരിട്ട് ബോധ്യപ്പെടുത്താം. ഇത് ശൈഖുന ശംസുൽ ഉലമ തങ്ങളുടെ ആധികാരികമായൊരു പ്രസ്താവനയാണ്. ഇതിലെന്തെങ്കിലും ഭേദഗതി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഈ നൂറ്റാണ്ടിലോ അടുത്ത നൂറ്റാണ്ടിലോ ഉണ്ടാകുമെന്ന് നാം ആരും പ്രതീക്ഷിക്കരുത്. 16 വയസ്സ് പ്രായമുള്ള ഷംസുൽ ഉലമ എന്ന കുട്ടിയെ ഉസ്താദുമാർ പിതാവിനോട് പറഞ്ഞത് ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഓതിക്കൊടുക്കാൻ പറ്റുന്ന ഉസ്താദുമാരിപ്പം ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ മുദ്രസാക്കിക്കോളൂ. 16 വയസ്സുള്ള കുട്ടിയെ, ഈ കുട്ടിയെ നിങ്ങൾ മുദ്രസാക്കൂ, ഓതിക്കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പില്ല. അവിടെ വെച്ച് നമ്മൾ പഠിക്കണം ആരാണ് ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതൊരു ലോകമഹാ അത്ഭുതമാണ്, ഒരു ഇതിഹാസമാണ്, ഒരു കാലഘട്ടത്തിൻ്റെ അത്ഭുതമാണ്, ഒരു നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമാണ്. 19ാമത്തെ വയസ്സിലാണ് വേലൂർ ബാക്കിയാത്തു സാലിഹാത്തിലെ പ്രൊഫസറായി ആ മഹാൻ സ്ഥാനമേറ്റെടുത്തത്. 19ാമത്തെ വയസ്സിൽ ഉസ്താദും പിതാവ് തീരുമാനിച്ചു, കുട്ടിയെ ഇപ്പോൾ 16 വയസ്സുള്ള കുട്ടിയെ മുദരിസാക്കിയാൽ 25 വയസ്സുള്ള മുത്തഅല്ലിമീങ്ങൾ വരും, അവർക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും? അത് കരുതിയിട്ടാണ് വേലൂരിൽ കൊണ്ടുപോയത്. അവിടെയും മീശ മുളക്കാത്ത പയ്യനെ കണ്ടപ്പോൾ വലിയ താടിയുള്ള ആലിമികൾ ചോദിച്ചു, കുട്ടി നീ എന്തിനാ വന്നത്? അപ്പോൾ കുട്ടി അങ്ങോട്ട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാ വന്നത്? ഞങ്ങളിവിടെ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടി പറയാണ്, ഞാനിവിടെ പഠിക്കാൻ വന്നതാണ്, ചാൻസ് ഇല്ലെങ്കിൽ പഠിപ്പിക്കാൻ വന്നതാണ്. അതാണ് ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവர்கள். ആ ശൈഖുന ശംസുൽ ഉലമ ദർസ് നടത്തുന്ന സമയത്ത് എല്ലാ ബുധനാഴ്ചയും വരാന്തയിൽ പോയിരുന്ന് കേട്ട ആള് ഷെയ്ഖുൽ ഹദീസായിട്ടുണ്ട് കേരളത്തിൽ. എന്നാൽ ആ ശൈഖുന ദർസ് നടത്തിയ കോളേജിൽ ജോലി ചെയ്ത ഒരാൾ പറയുന്നത്, എനിക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത് വേറെ എവിടുന്നോ. ഇത് അട്ടപ്പാടിയിൽ നിന്ന് വന്നതാണോ സാധനം? പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ പഠിച്ച് ഫൈസിയായി വർഷങ്ങളോളം ശൈഖുനയുടെ കൂടെ നന്ദിയിൽ എന്തോ ജോലിയാവട്ടെ, മുദരിസിന്റെ ജോലിയൊന്നുമല്ല, എന്നാലും അവിടുത്തെ പ്യൂണിന്റെ പണിയെടുത്താലും മനസ്തെർബ്യത്തുണ്ടാവണം, ഇൽമുണ്ടാവണം. അത്ര വലുതാണ് ശൈഖുന ശംസുൽ ഉലമ തങ്ങൾ. ഞാൻ പറയുന്നു, ആരെ പരിഹസിക്കാനാണിത്? ആരെ താറടിക്കാനാണിത്? വേറൊരു മുസ്ലിയാർ പറയുന്നു, പാണക്കാട് തങ്ങൾ ഖാദിയാവാൻ യോഗ്യരല്ല, താൻ മുഷാവറ മെമ്പർ ആവാനും യോഗ്യനല്ല എന്ന് ഈ സമൂഹം പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണ്. വളരെ വ്യക്തമാണ്. ഞാൻ പറയും, വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല, കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല. പാണക്കാട് തങ്ങളെ താറടിച്ച് സമസ്തയോ? പാണക്കാട്ട് കുടുംബമില്ലെങ്കിൽ ഈ സമസ്ത ഉണ്ടാകുമോടോ? പഠിച്ചിട്ടുണ്ടോ സമസ്തയെ പറ്റി? സമസ്തയിൽ ഒരു വെല്ലുവിളി വന്നപ്പോൾ മഹാനായ പൂക്കോയ തങ്ങളാണ് തടുത്തു നിർത്തിയത്, ആ വെല്ലുവിളി നേരിട്ടത്. ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട സമസ്ത മതി. രണ്ടാമത്തെ വെല്ലുവിളി ബഹുമാനിയായ കാന്തപുരം APM ബക്കർ മുസായുടെ ഭാഗത്തുണ്ടായ വെല്ലുവിളിയാണ്. എറണാകുളം സമ്മേളനം
MC മൈനാജി ഞാനുമൊക്കെ ഷംസുല്ലമ മുഹമ്മദ് ഫൈസിയൊക്കെ ഷെയ്ഖുനെ സമീപിച്ച് പറഞ്ഞു, എറണാകുളം സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മുടെ സമസ്ത ഉണ്ടാവില്ല. മഹാനായ ഷെയ്ഖുനെ നേരെ വിളിച്ചത് പാണക്കാട് തങ്ങളെയാണ്. തങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞു. തങ്ങൾ പത്രക്കാരോട് പറഞ്ഞു ആ സമ്മേളനം ബഹിഷ്കരിക്കണം. ആ ആഹ്വാനമാണ് സമസ്തയെ രക്ഷപ്പെടുത്തിയത്. കേരളത്തിലെ മുഴുവൻ മഹല്ലുകളെയും വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നിർത്തിയത് പാണക്കാട്ട് കുടുംബമാണ് എന്ന് നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത് വാഫക്കിത്തങ്ങളാണ്. ആ ബോർഡിനെ വിജയിപ്പിച്ചത് പാണക്കാട്ട് കുടുംബമാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വ്യക്തമായി പറയട്ടെ, രാഷ്ട്രീയമായ അജണ്ടയാണ്. 10 മിനിറ്റായ പറയണേ. രാഷ്ട്രീയമായ അജണ്ടയാണ്. ഇത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഇതിന് ഈ പിന്തിരിപ്പൻ പ്രവർത്തനങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. അന്ധമായ രാഷ്ട്രീയ വൈര നിർധന ബുദ്ധിയോട് ലീഗ് വിരുദ്ധരാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെരുപ്പ് നക്കികളായി മാറുകയും ചെയ്യുകയാണ് ഈ പുതിയ തലമുറ. അനുവദിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീടുകളിലേക്ക് നിരീശ്വരവാദം കടന്നു വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പുതിയ തലമുറ മതനിരാശത്തിന്റെ അടിമകളായി മാറിപ്പോകും. അവരെ തടുത്തു നിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ബാധ്യതയാണ്. അൽ-ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹ അന്നാസു കുല്ലുഹും വഇദാ ഫസ്ത അന്നാസു കുല്ലുഹും അൽ-ഉലമാ വൽ ഉമറാ. രണ്ട് വിഭാഗത്തിന്റെ കരങ്ങളിലാണ് സമൂഹത്തിന്റെ ഭാവി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിട്ടുള്ളത്. അതിലൊരു വിഭാഗം ഉമറാണ്. ആ ഉമറായിനെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരു വിജയവും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ഉലമാക്കളും ഉമറാക്കളും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോയാൽ മാത്രമേ വിജയം വരിക്കാൻ കഴിയൂ. ഞാൻ പറയുന്നു, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, തുടങ്ങിയിട്ട് 10-20 വർഷങ്ങളിലേറെയായി. 20 വർഷങ്ങളിലേറെയായി. ഈയിടെ ഒരു ഫൈസ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ജമാഅത്തും മുജാഹിദും ഇതെല്ലാം കൂടിയിട്ട് മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയും കൂടിയിട്ട് സമസ്തയെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷങ്ങളിലേറെയായി എന്നൊരു ഫേസ് പറഞ്ഞിട്ടുണ്ട്. KM ഷാജിക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നു, 20 വർഷങ്ങളിലേറെയായി നിങ്ങളിത് ആരംഭിച്ചിട്ട് അതിന്റെ ഭാഗമായിരുന്നു പത്രത്തിന്റെ ആരംഭം. പത്രം തുടങ്ങാൻ പോകിപ്പോൾ ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഭാവിയിൽ സമസ്ത പത്രം തുടങ്ങിയതുപോലെ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഭാവിയിൽ സമസ്ത പത്രം തുടങ്ങിയതുപോലെ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് ഏത് നാവ് കൊണ്ടാണോ പറഞ്ഞത്, അതിന്റെ കറാമത്താണ് ഇപ്പോൾ ഇവിടെ പുലർന്നത്. സമസ്ത പത്രം തുടങ്ങിയതുപോലെ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഉദ്ഘാടന വേളയിൽ തന്നെ ഒരു കറുത്ത മുഖം ഉണ്ടായിരുന്നു. ഉദ്ഘാടന വേളയിൽ ഈ അഹമ്മദ് സാഹിബുണ്ട്, ചെറുശ്ശേരി ഉസ്താദുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, പാണക്കാട് തങ്ങളുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന സമയത്ത് ചെറിയ അനക്കം മാത്രമേ ഉള്ളൂ. എന്നാൽ കോടിയേരി ബാലകൃഷ്ണനെ സ്വാഗതം ചെയ്യുമ്പോൾ ഇടുക്കുമ്പോഴക്കം പോലുള്ള തക്ബീറാണ്. കോടിയേരി പ്രസംഗം ആരംഭിക്കുമ്പോഴും തക്ബീറാണ്. കോടിയേരി ഒന്ന് പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ വിളിക്കാറില്ല, ഇതൊരു പുതിയ തുടക്കമാണ്, അപ്പോഴും തക്ബീറാണ്. ഭാവിയിൽ ഇത് തുടരണം, അപ്പോഴും തക്ബീറാണ്. രണ്ട് സമയത്താണ് ഞാൻ തക്ബീർ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്. ഒന്ന് കോടിയേരിന്റെ പേര് വിളിക്കുമ്പോഴുള്ള തക്ബീർ, മറ്റൊന്ന് റിയാസ് മന്ത്രി അവിടെ പ്രസംഗിക്കുമ്പോഴുള്ള തക്ബീർ. അവിടെ നേതാവ് പ്രസംഗിക്കുമ്പോൾ വിപ്ലവാഭിവാദ്യം പറയേണ്ട ആളുകളെ കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിപ്പിച്ച ആ പത്രത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഏതായിരുന്നാലും ഞാൻ വ്യക്തമായി പറയട്ടെ, ദുസ്സൂചനയാണിത്, ദുസ്സൂചനയാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്ര യജമാനന്മാർക്ക് വേണ്ടി മഹത്തായ പാരമ്പര്യമുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കുക എന്ന വളരെ കുടിലമായ നീക്കമാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൂട്ടുനിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്ന കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നിച്ചു മുന്നേറുക. വിനയം സുചിതമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.